നട തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് ഇന്നും ആരംഭിക്കുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് നട തുറന്നത്. അയ്യനെ തൊഴാനെത്തുന്നത് നിരവധി പേരാണ്. ഇന്നലെയൊക്കെ മനോജ് നമ്മളോട് പറഞ്ഞിരുന്നു. കാരണം മണ്ഡലപൂജ മകരവിളക്ക് കാലത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് തീർത്ഥാടക പ്രവാഹം, ഭക്തജന തിരക്ക് അവിടെ നടക്കുന്നതെന്നുള്ളത്. കാരണം ഈ തിരക്ക് ക്രമീകരണത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. എന്തായാലും വിശദമായ റിപ്പോർട്ടിനും തത്സമയ നമുക്ക് കാഴ്ചകൾക്കും ദൃശ്യങ്ങൾക്കും ഒക്കെയായി മനോജിലേക്ക് തന്നെ എത്താം. മനോജ്, രാവിലെ മുതൽ ഇന്നും തിരക്ക് തന്നെയാണോ അവിടെ? അനു, രാവിലെ മുതൽ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തിരക്ക് കുറയുന്നതിനനുസരിച്ച് ഈ ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് പോലെ തന്നെ മുന്നിലൂടെ കടത്തിവിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലം വഴിയും ഭക്തരെ കടത്തിവിടുന്നുണ്ട്. ഓരോരുത്തരും അങ്ങനെ ശരണമന്ത്രം മുഴക്കി സന്നിധാനത്തേക്ക് എത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ഡലകാലത്തെ പോലെ തന്നെയാണ് ഇത്തവണ മാസപൂജയ്ക്കും ഭക്തരെത്തുന്നത് എന്നുള്ളതാണ്. അതായത് നിരവധി ഭക്തർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ ഈ പുതിയ ദർശന ക്രമീകരണത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അങ്ങനെ ദർശനം നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് മുന്നിലൂടെ കൊടിമരച്ചൂട്ടിലെത്തുന്ന ഭക്തർക്ക് അയ്യനെ നേരിട്ട് കാണുവാൻ വേണ്ടി മുന്നിലൂടെ നടന്ന് ദർശിക്കുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തിരക്ക് കൂടുന്നതിനാൽ ആ വിധത്തിൽ മാത്രം ദർശനം ഒരുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പാലം വഴി കൂടുതൽ ഭക്തജനങ്ങളെ കയറ്റിവിടുന്നുണ്ട്. ഇപ്പോൾ മേൽപ്പാലത്തിലൂടെയും ഭക്തരങ്ങനെ സോപാനത്തിനരികേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പൂജാ സമയം, അതായത് നട തുറക്കുക ഇനി മുതലുള്ള എല്ലാ മാസപൂജകൾക്കും പുലർച്ചെ 5 മണിക്കാണ്. അതിനുശേഷം തന്നെ നട 1 മണി വരെ തുറന്നിരിക്കും. പിന്നീട് വൈകിട്ട് 4 മണിക്ക് തുറക്കുന്ന നട രാത്രി 10 മണിയോടെയാണ് ഹരിവരാസനം പാടി അടയ്ക്കുക. അതോടൊപ്പം തന്നെ സിവിൽ ദർശനത്തിനും മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർ അവരൊക്കെ തന്നെ ഇപ്പോൾ മുന്നിലൂടെയും ഈ ബലിക്കൽപുര വഴി ഉള്ളിലേക്ക് പ്രവേശിച്ച് ദർശനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേൽപ്പാലത്തിൽ കാത്തു നിൽക്കുന്നവരുമുണ്ട്. എന്നാൽ ഇരുമുടിക്കെട്ടില്ലാതെ ദർശനത്തിനായി എത്തുന്ന ഭക്തരാണ് ഈ സിവിൽ ദർശനത്തിൽ എത്തുന്നത്. സിവിൽ ദർശനം ഈ മാസപൂജ മുതൽ 6 മണി മുതലാണ് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 6 മണി മുതൽ നട അടയ്ക്കും വരെയും പിന്നീട് വൈകിട്ട് നട തുറന്നതിന് ശേഷം രാത്രി 9:30 വരെ മാത്രമേ സിവിൽ ദർശനമുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇരുമുടിക്കെട്ടില്ലാതെ അങ്ങനെ നിരവധി ഭക്തർ എത്തുന്നുണ്ട് സിവിൽ ദർശനത്തിനായി. അപ്പോൾ അതിലൊരു പുതിയ സമയക്രമമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ സമയക്രമത്തിലും അതോടൊപ്പം തന്നെ ഈ ദർശന രീതിയിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതൊക്കെ തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ മാസപൂജയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണയായി മാസപൂജകൾക്ക് വലിയ തിരക്ക് അനുഭവപ്പെടാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഈ മാസപൂജയിൽ നടത്തി അത് വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഓരോ മാസപൂജയ്ക്കും അത് തുടർച്ചയായി അത് അത്തരത്തിൽ തന്നെ ദർശന ക്രമീകരണം ഏർപ്പെടുത്തുവാനും മണ്ഡല കാലത്തും കൂടെ അത്തരത്തിലുള്ള ദർശനം സാധ്യമാക്കാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും ഈ മുൻവശത്ത് ഇപ്പോൾ തിരക്ക് കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇരുമുടിക്കെട്ടായിട്ട് ഭക്തരൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നും കയറുന്നവർക്കാണ് നേരിട്ട് അയ്യനെ ദർശിക്കാൻ സാധിക്കുക. അതോടൊപ്പം മേൽപ്പാലത്തിൽ നിന്ന് എത്തുന്നവർക്ക് സാധാരണ നേരത്തെയുള്ള രീതിയിൽ തന്നെയാണ് വലതുവശത്ത് കൂടെ അയ്യനെ ദർശിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ 2 രീതിയിലുമുള്ള ദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായി ഭക്തർ അങ്ങനെ ഓരോ ദിവസവും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. നട തുറന്ന് ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഇനി 19-ാം തീയതി, അതായത് നാളെയോടുകൂടി മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഈ 19-ാം തീയതി രാത്രിയോടുകൂടി തന്നെയാണ് നട അടയ്ക്കുക. പിന്നീട് അടുത്ത ഉത്സവത്തിനും മറ്റ് ചടങ്ങുകൾക്കുമായി നട തുറക്കും. എന്തായാലും ഈ ഒരു ദിവസങ്ങളിലൊക്കെ എത്തുന്ന ഭക്തർ അത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികളും കൂടുതലായി മാസപൂജയ്ക്ക് ഈ ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മണ്ഡലകാലം ഈ മകര വിളക്കൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത മാസപൂജയ്ക്ക് നിരവധിയായി ഭക്തരെത്തി. അതേ സമാന തിരക്ക് നമുക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ബലിക്കൽപുരയിൽ ഉള്ളിലേക്ക് ഭക്തർ അങ്ങനെ കയറുന്നതാണ്. ഭക്തർ അങ്ങനെ കാത്തു നിൽക്കുകയാണ് ദർശനത്തിന് വേണ്ടി. മുന്നോട്ട് നടന്നു നീങ്ങുമ്പോഴേക്കും ആ ഒരു ദർശന പുണ്യം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്രമീകരണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ആദ്യ ദിവസം ഈ മുന്നിലൂടെ മാത്രം കയറ്റി വിട്ടിരുന്നെങ്കിൽ പിന്നീട് അത് മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ പോലീസൊക്കെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായി ഭക്തരെത്തുമ്പോൾ അവരെ ഓരോ രീതിയിൽ ക്രമീകരിച്ച് വിടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ
സാധിക്കുന്നത് മുന്നിലൂടെ മാത്രം, അതായത് തിരക്ക് കുറയുന്നതിനനുസരിച്ച് മുന്നിലൂടെ മാത്രം ദർശനം, അതോടൊപ്പം തിരക്ക് കൂടുന്നതിനനുസരിച്ച് മേൽപ്പാലം വഴിയും ദർശനം എന്നുള്ളതാണ്. അതോടൊപ്പം സമയക്രമത്തിലടക്കം മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉഷപൂജയ്ക്ക് ശേഷം ചോറൂണ് ചടങ്ങ് ഇവിടെ നടക്കും. അതിനായി കുട്ടികളൊക്കെ, ഈ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഭക്തരെത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കുഞ്ഞു മണികണ്ഠന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ അങ്ങനെ അയ്യൻ്റെ മുന്നിൽ ആദ്യ അന്നമുണ്ണുന്നത്. അത്തരത്തിൽ വളരെയധികം ഭക്തിസാന്ദ്രമായ, അതോടൊപ്പം തന്നെ ഭംഗിയേറിയ കാഴ്ചകളുള്ള ഒരു അന്തരീക്ഷമാണ് ഈ സന്നിധാനം എന്ന് പറയുന്നത്. ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ്. നമ്മൾ കേൾക്കുന്നത് ആ ശരണമന്ത്രങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ ഈ ശബരിമലയിൽ രാവിലെ മുതൽ വയ്ക്കുന്ന ആ ഗാനവും ഒക്കെ തന്നെയാണ്. അതൊക്കെ തന്നെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഈ ആത്മസംതൃപ്തി നൽകുന്ന, അനുഭൂതി നൽകുന്ന ഒന്ന് തന്നെയാണ്. അത്തരത്തിൽ ഭക്തിയോടെ അവർ ഈ വ്രതം നോറ്റുകൊണ്ട് അയ്യനെ ദർശിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുമ്പോൾ അത്തരത്തിലൊരു ആത്മനിർവൃതിയോടുകൂടി അവർക്ക് ഈ ദർശനം നടത്തി ഈ മാസപൂജകൾക്കൊക്കെ തിരികെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ മണ്ഡലകാലത്തൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഭക്തർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാസപൂജയ്ക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഭക്തർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് ഈ അമ്മമാരൊക്കെ അങ്ങനെ 18-ാം പടി ചവിട്ടി കയറി വരുന്നത് കാണാൻ സാധിക്കും. അവരെ പോലീസ് അയ്യപ്പന്മാർ അങ്ങനെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്നവരാണ്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? തമിഴ്. എത്രാമത് പാട്ടി ഇത് ശബരിമലയിൽ? രാവിലെ മുതൽ അവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അയ്യനെ ദർശിക്കാൻ വന്നവരാണ്. അപ്പോൾ ഈ 18-ാം പടി കടന്നവർ ഈ ദർശനത്തിന് വേണ്ടി അവരങ്ങനെ നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് പോയി അയ്യനെ ദർശിക്കാൻ വേണ്ടി. திருப்பூர் கோவை மாவட்டம், திருப்பூர் மாவட்டம், பனியன் சிட்டி. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തുന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ ദർശനത്തിന് വേണ്ടി ഭക്തരൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞു മാളികപ്പുറം അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആദ്യം കയറി വന്ന കുഞ്ഞു മാളികപ്പുറമാണ്. അങ്ങനെ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി കൂടെയുള്ളവരുമായി അവരൊക്കെ തന്നെ ദർശനം നടത്തി ഇവിടെ നിന്നും മടങ്ങും. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള, അതായത് ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ അവരൊക്കെ എത്തുന്നതാണ്. അവരൊക്കെ എത്തുന്ന കാഴ്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ഇരുമുടിക്കെട്ടുമായി അങ്ങനെ ഭക്തർ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് ഓരോ മാസവും ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. അതായത് മണ്ഡലകാലത്ത് മാത്രമല്ല, ഓരോ മാസവും ദർശനത്തിനായി എത്തണമെന്നുള്ള ആഗ്രഹം. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ ലഭിക്കുന്ന, അതായത് ഈ കാനന യാത്ര എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ പമ്പ വഴി വരുമ്പോഴും അതോടൊപ്പം തന്നെ ഈ മണ്ഡലകാലത്ത് ഈ കാനനപാത വഴി വരുമ്പോഴൊക്കെ ഓരോ അനുഭവമാണ്. അപ്പോൾ ഈ പമ്പയിൽ നിന്നും ഈ മലയിലേക്ക് മല ചവിട്ടി കയറുമ്പോൾ അവർക്ക് ആ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അവർ അതിജീവിച്ചുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട് ഒറ്റ ലക്ഷ്യത്തോടു കൂടി അയ്യനെ ദർശിക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ അങ്ങനെ ശരണമന്ത്രം മുഴക്കി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ആ 18-ാം പടി ചവിട്ടി ഓരോ പടിയും തൊട്ട് നമസ്കരിച്ച് 18-ാം പടി കഴിഞ്ഞ് ആ കൊടിമരച്ചൂട്ടിലേക്ക് എത്തുമ്പോൾ അവരങ്ങനെ ശരണമന്ത്രം മുഴക്കി അങ്ങനെ തന്നെയാണ് അവരുടെ ഉള്ളിലൊക്കെ അയ്യപ്പൻ എന്നുള്ള ആ ദർശനം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഇവിടെ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കൊടിമരച്ചുവട്ടിൽ അവിടെ തത്വമസി എന്ന ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് ആ മുന്നിൽ തന്നെ. അത്തരത്തിൽ ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തനും നൽകുന്ന ഒരു സന്ദേശം, അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്നവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ ഇവിടെ ദർശിച്ച ശേഷം, അതായത് മുന്നിൽ കൂടെ വന്ന് അയ്യനെ ദർശിച്ച ശേഷം അടുത്ത ഉപദേവതകളെ ദർശിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ ശേഷം മാളികപ്പുറത്ത് ദർശനം നടത്തുന്നു. പിന്നീട് ഈ നെയ്യഭിഷേകമൊക്കെ കഴിഞ്ഞ് ഇവിടെ വിരിവെച്ച് ആ നെയ്യൊക്കെ അയ്യന് സമർപ്പിച്ച ശേഷമാണ് അവരങ്ങനെ തിരികെ മടങ്ങുന്നത്. കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളും ഭക്തിയോട് തന്നെ അവരിവിടെ സമർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വളരെയധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ശരണമന്ത്ര ധ്വനികളുടെ ആ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ സന്നിധാനം അങ്ങനെ തന്നെ ഓരോ ദിവസവും, ഈ നട തുറന്നിരിക്കുന്ന ഓരോ ദിവസവും അങ്ങനെ തന്നെ തുടരുകയാണ്. ശേഷം സന്നിധാനം നട അടച്ചതിന് ശേഷം തുറക്കാനിരിക്കുന്നത് വിഷുക്കണിയുമായിട്ടാണ്. എന്തായാലും വലിയ തിരക്ക് അടുത്ത മാസം പ്രതീക്ഷിക്കുന്നുണ്ട് ശബരിമലയിൽ നിന്ന്. എല്ലാ പ്രാവശ്യത്തെ പോലെ ശബരിമലയിലെ തത്സമയ ദൃശ്യങ്ങൾ തിരക്കാണ് അല്ലേ അനു? ഈ മാസമായിട്ട് പോലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്.
എന്തായിരുന്നാലും പരീക്ഷാ സമയമാണെന്ന് കൂടി ഓർക്കുക. എന്നിട്ട് പോലും ഇന്നലെ കണ്ടിരുന്ന ദുർഗ ഈ കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും ഒക്കെ ചോറുകൊണ്ട് വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് കുറച്ചുപേർ തളർന്ന് ഉറങ്ങുന്നുണ്ട്, കുറച്ചുപേരുടെ മുഖത്തൊരു ചെറിയ കുസൃതിയൊക്കെ ഉണ്ട്. എന്തായാലും ഇനി ഒരു ദിവസം കൂടി നട തുറന്നിരിക്കും. അതിന് ശേഷം അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു വിഷമം